ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്നെ ഇവിടെ സാക്ഷിയാക്കി നിർത്തിയ വിശുദ്ധ കൃപാസന മാതാവിനും യേശു ക്രിസ്തുവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഗ്രിഫിൻ. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 8-ാം തീയതിയാണ്. ഞാനൊരു FMG ഗ്രാജുവേറ്റാണ്. അതായത് പുറത്ത് നിന്ന് MBBS ഡിഗ്രി പാസ്സായ ഒരു ഡോക്ടറാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു ലൈസൻസിങ്ങിൻ്റെ എക്സാം ഉണ്ട്. അത് വളരെ പാടായിട്ടുള്ളൊരു എക്സാമാണ്. 10 to 25% പാസ് പെർസെൻറ്റേജ് മാത്രമുള്ളൊരു എക്സാമാണ്. കൂടാതെ പലരും പലതവണ എഴുതിയിട്ട് കിട്ടാതെ വന്നു കഴിയുമ്പോൾ ക്വിറ്റ് ചെയ്ത് പോകുന്ന ഒരു എക്സാമാണ്. വളരെ പ്രഷറുള്ളൊരു എക്സാമാണ്. അത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നെങ്കിലും പലപ്പോഴും ഞാൻ കൃത്യമായിട്ടല്ല അത് പാലിച്ചു പോന്നിരുന്നത്. പ്രത്യേകിച്ചും പത്രം കൊടുക്കലൊക്കെ വളരെ മോശമായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി. സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് അത് ചെയ്യാൻ നോക്കി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ, ആ ചേട്ടനും ഉടമ്പടി എടുത്തിട്ടുണ്ടായി. ആ ചേട്ടൻ വളരെ നന്നായിട്ട് പത്രമൊക്കെ കൊടുക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നെ പത്രം കൊടുക്കുന്നതിലൊക്കെ സഹായിക്കുകയും ആ ചേട്ടൻ്റെ ജോലി സംബന്ധമായ കാരണം രാവിലെ 5:30 എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ചേട്ടനെ ഞാൻ തിരിച്ച് 5:30 എഴുന്നേൽക്കുമ്പോൾ വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടി ചെയ്ത് നല്ലപോലെ ചെയ്ത് നല്ല രീതിയിൽ വരികയായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ടൈമായി. എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറായതുകൊണ്ട് തന്നെ പലപ്പോഴും പഠിക്കുമ്പോൾ പ്രഷർ കയറിയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ വീടിൻ്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ 10 to 14 hours ഒരു ദിവസം ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയൊന്നും പഠിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതും പിന്നെ ഈ പത്രം കൊടുക്കൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയം വരും. അപ്പോൾ ഞാനിങ്ങനെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ പറയും, വേണ്ട, അത് എവിടെയെങ്കിലും പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകും, എന്നിട്ടിരുന്ന് പഠിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വരും. എന്നാലും ഞാൻ മാതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആ പത്രമൊക്കെ കൊടുക്കാൻ പോകുമായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ഒരു എക്സാമിന് ഒരു 3 to 4 days മുന്നേ ഞാനൊരു സ്വപ്നം കാണാൻ. ഞങ്ങളുടെ എക്സാം 300 മാർക്കിലാണ് എക്സാം. അതിൽ 150 കിട്ടിയാൽ പാസ്സാവും. എനിക്ക് 158 കിട്ടി പാസ്സാവണതായിട്ട് ഞാനൊരു സ്വപ്നം കാണാം. അപ്പോൾ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ സാക്ഷ്യങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ട് അത് നിറവേറുന്ന കണ്ടപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം കണ്ടപ്പോൾ ഉള്ളൊരു വിശ്വാസമുണ്ട്. അല്ലാതെ ഇത് എനിക്ക് നടക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കുണ്ടായില്ല. അങ്ങനെ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ ആ ഒരു മാർക്ക് എൻ്റെ ഒരു പേപ്പറിൽ ഞാൻ എഴുതി വെക്കണം 158 എന്ന്. അത് വിശ്വാസത്തിൻ്റെ പുറത്തല്ല, ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ എഴുതി വെക്കണം. അത് കഴിഞ്ഞ് എക്സാമിന് ഒരു 2 ദിവസം മുന്നേ ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും എക്സാമിന് പോവുകയും ചെയ്തു. അതിന് കാശ് രൂപം എനിക്ക് കയറ്റാൻ പറ്റിയില്ല ചെക്കിങ്ങുകളുടെ കാരണം. പക്ഷേ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എക്സാം തുടങ്ങിയത്. പക്ഷേ ആദ്യത്തെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴേക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ്, അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഡൗണായി. പിന്നെ വന്നത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷേ ഓപ്ഷൻസ് കാണുമ്പോൾ എനിക്ക് കുത്താൻ പറ്റണല്ലോ. അവസാനം ഞാൻ ഇങ്ങനെയാണ് ഇത് പോയി എന്നുള്ള രീതിയിലാണ് കുത്തണം. എങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ മാതാവിന് സമർപ്പിച്ച് ഞാൻ ചെയ്തിരുന്നത്. ബട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എല്ലാം മാതാവിനെ അർപ്പിച്ചാൽ ചെയ്തത്. ബട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പൂർണ്ണമായും മാതാവിനെ സമർപ്പിച്ച് ഞാൻ എഴുതി എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാ ഫ്രണ്ട്സും പറയണത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരില്ലല്ലോ എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കെല്ലാം പോയൊരു ഫീലായിരുന്നു. എന്നിട്ട് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാറായപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ ഫെയിലായവർ കുറേ പേരിങ്ങനെ ഫെയിലായി എന്ന് പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിന് കിട്ടിയ ടോട്ടൽ പാസ് പെർസെൻറ്റേജിനെക്കാട്ടും കുറവായിരുന്നു ആ തവണത്തെ പാസ് പെർസെൻറ്റേജ്. അപ്പോൾ കുറച്ച് പേടിയായി. അത് കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് മാതാവ് എനിക്ക് കാണിച്ചു തന്ന ആ 158 മാർക്ക് തന്നെയായിരുന്നു എനിക്ക് അന്ന് കിട്ടിയത്. പിന്നീട് എനിക്കുണ്ടായ 2 അനുഭവങ്ങളാണ്. ഒന്ന്, ഞാനും എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് രാത്രി സന്ധ്യയ്ക്ക് ഇരുന്ന് ആ പ്രാർത്ഥനകളൊക്കെ ചെല്ലണത്. ആ പ്രാർത്ഥനകളുടെ സമയത്ത് ഒരു പ്രാവശ്യം സുഗന്ധാഭിഷേകം ഉണ്ടാകുകയും പിന്നീട് ഇവിടെ സാക്ഷ്യങ്ങൾ കുറേയൊക്കെ ഇങ്ങനെ പച്ച പ്രാണിയൊക്കെ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സില്ലിയായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. അതുപോലെ ഒരു ദിവസമല്ല പല തവണയായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ സ്റ്റഡി ടേബിളിൽ അവിടെ രൂപം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ പേഴ്സണൽ പ്രേയേഴ്സൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ തവണയായിട്ട് ഇങ്ങനെ പ്രാണികൾ വരുന്നുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിക്കാതെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഞാൻ ജനലും വാതിലൊന്നും തുറക്കൂല, കൊതുകളാറാൻ തുറക്കൂല. അപ്പോൾ ഒരു ദിവസം സന്ധ്യപ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ വേണ്ടി ഇങ്ങനെ ടേബിൾ വന്നിരിക്കുമ്പോൾ ടേബിൾ ക്ലീനാണ്, ഒന്നുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു പച്ച തൂവൽ. അപ്പോൾ എനിക്കിതിൽ എന്തൊക്കെയോ ഉള്ള പോലെ എനിക്കൊരു ഫീല് പേഴ്സണലായിട്ട് തോന്നാണ്. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ
ഇതുപോലെ ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു കൊന്ത എത്തിക്കാറുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റൊന്നും ഇല്ല, മെഴുകുതിരി വെട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക കണ്ണടച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാണി പറക്കണത് എനിക്ക് കേൾക്കാം. അപ്പോൾ ഞാൻ കണ്ണ് തുറക്കാനുള്ള പ്രാർത്ഥന തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മെഴുകുതിരിയിൽ ഇടിച്ച് പ്രാണി വീഴുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പ്രാണി കിടക്കുന്നുണ്ട്, പക്ഷേ വെട്ടമില്ലാത്ത കാരണം എന്താണെന്ന് കളറൊന്നും കാണാനില്ല. അവസാനം ഞാൻ കണ്ണടച്ച് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും എനിക്കൊന്ന് ഒരു ഫീല്, അതൊന്ന് ലൈറ്റ് അടിച്ച് നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ലൈറ്റ് അടിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ലൈറ്റ് ഇങ്ങനെ ഫോൺ എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഫോൺ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയാം, മനസ്സിലിങ്ങനെ അറിയാണ്ട് വന്നതാണ്, മാതാവ് ഇത് പച്ചയാണെങ്കിൽ ഞാൻ വിശ്വസിക്കോട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ പച്ച കളർ. അപ്പോൾ ഞാൻ ട്യൂബ് ലൈറ്റ് ഇട്ട് ശരിക്കും ഒന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഒരു പച്ചപ്രാണി അവിടെ ചത്ത് കിടക്കുന്നുണ്ട്, കൂടാതെ ഒരു പ്രാണി മതിലിൽ ഇരിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ പ്രാണിയുടെ രൂപത്തിലോ എന്നിങ്ങനെ നയിക്കുന്നുണ്ട്. ഇമോഷണലി ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ പ്രാണികൾ വരാറുണ്ട്. ഇന്നലെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് 2-3 നിയോഗങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഫാമിലിയായിട്ട് വന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കേൾക്കുന്നതും പിന്നെ അമ്മ എനിക്ക് സാക്ഷ്യങ്ങൾ അയക്കും, ഇങ്ങനെ സാക്ഷ്യം പറയാതിരിക്കണവരുടെ. അമ്മക്കറിയാം എനിക്ക് സാക്ഷ്യം പറയണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അയക്കും. അപ്പോൾ അവസാനം ഇന്നലെ ഞാൻ തോന്നാം എന്നാൽ പോയി പറയാം, മാതാവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ പോയി പറയാം എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ റഫായിട്ട് സാക്ഷി എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതുന്ന കയ്യിലൊരു പ്രാണി. ഈ പ്രാണികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പ്രാണിനെ ഒന്നില്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആ ഒരു പ്രാണീനെ ആദ്യമായിട്ട് കാണായിരിക്കും, അല്ലെങ്കിൽ ആ പ്രാണീനെ പച്ച കളറിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണായിരിക്കും. അങ്ങനെ ഭയങ്കര നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് എനിക്ക് വരാറ്. പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്താണ് പഠിച്ചത്. അപ്പോൾ ആ ടൈമിൽ അധികം പള്ളിപ്പോക്കൊന്നും ഉണ്ടായില്ല. ഒന്നാമത് ഓർത്തഡോക്സ് സഭ ലാംഗ്വേജ് ഡിഫറെൻ്റാണ്, പിന്നെ കുർബാന സ്വീകരിക്കാനൊന്നും പറ്റില്ല അവിടെ, ഞാൻ ലാറ്റിൻ ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ പതിയെ യൂട്യൂബിൽ നിന്ന് മാറി, പിന്നെ കുർബാന ഇല്ലാണ്ടായി. എന്നെ ഈവൻ ഫ്രണ്ട്സ് വരെ കളിയാക്കുന്നു, ഇനി ഒരു ക്രിസ്ത്യാനില്ലേ ഇടയ്ക്കെങ്കിലും പള്ളി പോടാന്നൊക്കെ പറയുമായിരുന്നു അവിടെ വെച്ച്. അങ്ങനെ ഇരിക്കണം ഞാൻ ഉടമ്പടി എടുത്ത് അതിന് ഡെയിലി പള്ളി പോവും, കുമ്പസാരം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനകളെല്ലാം പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ആകെ ഒരു പോരായ്മ ഉണ്ടായത് പത്രപ്രവർത്തനമായിരുന്നു. അത് എൻ്റെ ആ ഫ്രണ്ട് എന്നെ നല്ല രീതിയിൽ നയിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ്. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം, ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഗ്രിഫിൻ ആൻ്റണി എന്ന ഈ ഡോക്ടർ നമ്മോട് പങ്കുവയ്ക്കുന്നത് മകൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ ലഭിച്ച സംരക്ഷണത്തെക്കുറിച്ചാണ്. മകൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. അവൻ്റെ ഓരോ വാക്കിലും അമ്മ മാതാവിലുള്ള അവൻ്റെ സ്നേഹം നിറഞ്ഞ ശരണപ്പെടലുണ്ട്. ഓരോ കാര്യം അവൻ ചെയ്യുമ്പോഴും പരിശുദ്ധമ്മയിൽ ആശ്രയിച്ച് ചെയ്യുവാനുള്ള അവൻ്റെ സന്നദ്ധത എപ്പോഴും പ്രകടമാക്കുന്നുമുണ്ട്. ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധമ്മയുടെ പ്രസൻസ് ഓരോ നിമിഷം